मेरे प्यारे बच्चों, आप सबको मैं സഹാര ഓൺലൈൻ ക്ലാസ് में स्वागत करती हूँ. ടീച്ചറിൻ്റെ എല്ലാ മക്കളെയും ടീച്ചർ സഹാര ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ടീച്ചർ ഇന്ന് എത്തിയിട്ടുള്ളത് 10th സ്റ്റാൻഡേർഡിലെ SLCയിലെ ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ SLCയിലെ എല്ലാവരും ടെക്സ്റ്റൊക്കെ എടുത്ത് റെഡിയായി ഇരിക്കുക. മക്കളെ, നാം ഏതുവരെയാണ് കംപ്ലീറ്റ് ചെയ്തത് നിങ്ങൾക്കറിയാം. ഈ കൈ ദോയിൽ അല്ലേ, സെക്കൻഡ് യൂണിറ്റിൽ. ഇനി നമുക്ക് ലാസ്റ്റ്, അതായത് അത് അതിരിക്ത് വചനായിട്ടുള്ളതാണ്, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് ടീച്ചർ ചെയ്യുന്നത് നമ്മുടെ ആ ലാസ്റ്റ് ലെസൺ നോക്കൂ. ആ ലാസ്റ്റ് ലെസൺ നീലി ആസ്മാനി ചത്തരി, അത് ശ്രീ ഗുൽസാറിൻ്റെ ഒരു ഫിലിമി ഗീതാണ്, സിനിമാ ഗാനമാണ്. അതോടൊപ്പം നാം ഇന്ന് 3ാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയും അതിലെ ആദ്യത്തെ പാഠമായ കവിത ശ്രീ നാഗാർജുൻജിയുടെ കവിതയും കൂടി ആണ് നാം ഇന്ന് പഠിക്കുന്നത്. അകാൽ ഔർ സ്കെ ബാദ്. അബ് ആയിയെ മേരെ സാത്ത്. ക്ലാസ്സുകൾ തുടക്കം മുതൽ നിങ്ങൾ ഒടുക്കം വരെ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം എന്ത് ചെയ്യണം? ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ മക്കൾ ആരെങ്കിലും തന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ടീച്ചർ ഇടുന്ന ക്ലാസ്സുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ലഭിക്കും. ആയിയെ മേരെ സാത്ത്. നീലി ആസ്മാനി ചത്തരി. നോക്കൂ മക്കളെ, ഫിലിം ബ്ലൂ അംബ്രല. കുട്ടികൾക്കായിട്ട് ഒരു ഹിന്ദി സിനിമ ഇറങ്ങിയിരുന്നു, ബ്ലൂ അംബ്രല. അപ്പോൾ അതിനകത്തുള്ള മനോഹരമായ ഒരു സിനിമ ഗീതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ സംഗീത നിർദ്ദേശക് വിശാൽ ഭരദ്വാജാണ്. സിനിമയുടെ നിർമ്മാണം റോണി സ്ക്രൂവാല, വിശാൽ ഭരദ്വാജ്, ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? കവിതയിലേക്ക്, അതായത് ഈ സിനിമ പാട്ടിലേക്ക് പോകാം. നീലി ആസ്മാനി ചത്തരി, നീലാകാശത്തിൻ്റെ നിറമുള്ള കുട, അതാണ് നമ്മുടെ സിനിമയുടെ ഗാനത്തിൻ്റെ പേര്. ആയി നോക്കൂ മക്കളെ. കൂ 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 കുക്കു കുടി കുക്കു, അരെ ഹേ ഹേ രേ നീലി ആസ്മാനി ചത്തരി, കുക്കു കുടി കുക്കു ഹേ ഹേ രേ നീലി ആസ്മാനി ചത്തരി. ചത്തരി കാ ഉടൻ ഖടോല ഡോലെ तो लागे है डोला, उड़े कभी भागो कभी भागो कभी उड़े कभी, समझा न मानी चतरी, कुकू कुड़ी कुकू. अंबर का टुकड़ा तोड़ा लकड़ी का हत्था जोड़ा, हाथ में अपना आसमान है रे. चतरी लेके चलती हूँ मैं मुझे से लगती हूँ, गोरों का दिल बेईमान है रे. चढ़ी कभी लाटी कभी लाटी कभी चढ़ी कभी, बेड़ी शैतान चतरी, कुकു കുടി കുക്കു. നോക്കൂ, ഇതൊരു സിനിമ ഗീതമാണ് അല്ലേ. ഇതിൽ മറ്റൊന്നും തന്നെ പറയുന്നില്ല. ഒരു കുട്ടി നീല നിറമുള്ള കുടയും ചൂടി അങ്ങനെ മഴയത്ത് കളിക്കുന്നതാണ്. അപ്പോൾ തികച്ചും ഇതൊരു മനോഹരമായ ഗാനമായിരുന്നു, കുട്ടികൾക്കായിട്ട് നിർമ്മിച്ച സിനിമയിലെ ഒരു ഗീതാണ്. അപ്പോൾ ഇവിടെ കുട്ടിയുടെ സന്തോഷമാണ്, ആ സന്തോഷമാണ് പാട്ടായിട്ട് പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ചായിട്ട് ഇവിടെ വലിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം നീലി ആസ്മാൻ, നീല കുട, അതുപോലെ ഉടൻ കടോല. ഉടൻ കടോല, കടോല എന്ന് പറഞ്ഞാൽ കട്ടിലാണ്, കോട്ട്. ഉടൻ കടോല, പറക്കും കട്ടിൽ പോലെ കുട മുകളിൽ. നിങ്ങൾക്കറിയാം, മഴയത്ത് നാം കുടയും പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ കാറ്റ് കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കുട നാം പറയുന്നത് കേൾക്കില്ല, എന്ത് ചെയ്യും? അതിൻ്റെ ഇഷ്ടം അനുസരിച്ച് പോകും. അതാണ് കുട്ടി പറയുന്നത്, ഉടേ കഫി പാകെ കഫി പാകെ കഫി ഉടേ കഫി. എന്ത് ചെയ്യുന്നു? ആ പറക്കുന്നു, ചിലപ്പോൾ എന്ത് ചെയ്യുന്നു? ഓടുന്നു. ഇതെല്ലാം കുട ചെയ്യുന്ന കാര്യങ്ങളാണ്. സമച്ചാനമാനി ചത്തരി, ഈ ചത്തരി, ഈ കുട എന്തൊക്കെയാണെന്ന് ചെയ്യുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാകുന്നില്ല. പിന്നെയോ, അമ്പർ കാ ടുക്കട തോടാ ലക്കടി കാ ഹത്താ ജോട. ഇവിടെ കുട്ടി പറയുന്നത് തൻ്റെ കയ്യിൽ ഇരിക്കുന്ന കുട എന്താണ്? ഒരു തടിയുടെ പിടിയുണ്ടാക്കി ആകാശത്തിൻ്റെ കഷണം എടുത്ത്, ആകാശത്തിനെ നാം എന്ത് ചെയ്യുന്നു?
ടുകട, അമ്പർ ആകാശം, ആകാശത്തെ ടുകട തോട പീസാക്കി നാം മുറിച്ചിട്ട് അതെന്ത് ചെയ്യുന്നു, തടി കൊണ്ടുള്ള ഒരു പിടിയാക്കി ആകാശത്തെ കുടയാക്കിയിട്ട് തൻ്റെ കയ്യിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ കുട്ടിയെ കണ്ടാൽ എങ്ങനെ തോന്നും? ഗോരോം കാ ദിൽ ജയ്സി ലഗത്തി മേമോ ജയ്സി ലഗത്തി ഹും, ഒരു മദാമയെ പോലെ എന്നെ കണ്ടാൽ തോന്നും എന്നാണ് കുട്ടി പറയുന്നത്. അപ്പോൾ ഇവിടെ കുട്ടി പറയുന്നത് ആ കുടയെ തികച്ചും മഴയത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നീല കുടയെ ശരിക്കും കുട്ടി ആസ്വദിച്ച് വർണ്ണിക്കുകയാണ്. അപ്പോൾ ഇവിടെ കയ്യിലിരിക്കുന്ന വടിയാണെങ്കിലും ചിലപ്പോൾ അത് ലാത്തിയാകുന്ന, കാരണം വെള്ളക്കാരയെ കുറിച്ചും ഇവിടെ പറയുകയാണ് അല്ലേ. ഗോരോം കാ ദിൽ മെയ്മാനിയെ, വെള്ളക്കാരുടെ മനസ്സെന്താണ്, അത്ര നല്ലതല്ല, ബേമാനി നല്ല മനസ്സല്ല. അപ്പൊ അവരുടെ മനസ്സ് പോലും കയ്യിലിരിക്കുന്ന വരുമ്പോൾ കയ്യിലിരിക്കുന്നത് എന്താണ്, ഈ വടി ചിലപ്പോൾ ലാത്തിയായിട്ട് മാറുന്നു എന്നാണ് അല്ലേ. അപ്പൊ അതുപോലെയാണ് ഇവിടെ കുടയും എന്ത് ചെയ്യുന്നു, വലിയ നോട്ടിയാണ്, വലിയ കുസൃതി കാണിക്കുന്നു എന്നാണ് കുട്ടി പറയുന്നത്. ചടി കഫി ലാട്ടി കഫി, ലാട്ടി കഫി ചടി കഫി ബെടി ശൈത്താൻ ചത്തിരി, അങ്ങനെ എന്ത് ചെയ്യുന്നു, വളരെ കുസൃതിയാണ് ഈ കുട എന്ന് കുട്ടി പറയുകയാണ്. ആകെ ദേഖിയേ, बारिश से जो रिश्ता है पानी पे मन खींचता हूँ, बिजली को ये पहचान है रे, शायद फिर उड़ ना जाए अंबर से जुड़ना चाहे, होली है अनजानी है रे, डूबे कभी ठहरे कभी गोते गाती जाए कभी करे नादानी चतरी, कुकु कुड़ी कुकु हे हे रे नीली आसमानी चतरी, चतरी का उड़न खडोला डोले तो लागे है डोला, उड़े कभी भागो कभी भागे कभी उड़े कभी സമച്ചാന മാനി ചതരി. അപ്പോൾ വീണ്ടും കുട്ടി ആ കുടയുമായിട്ട് അങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു. കുടയെന്ന് പറയുന്നത് വലിയ കുസൃതിയാണ് അല്ലേ. മഴയത്ത് കുടയിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കുട എന്ത് ചെയ്യുന്നു, വെള്ളത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതുപോലെ അത് ശരിക്കും എന്ത് ചെയ്യുന്നു, മിന്നലിനെയും മഴയത്തേക്ക് ആകർഷിക്കുമ്പോൾ അത് മിന്നലിനെയും മനസ്സിലാക്കുന്നു അല്ലേ. അപ്പോൾ ബിജലി എന്ന് പറഞ്ഞാൽ മിന്നലാണ് അല്ലേ. മഴയോട് അതിനൊരു ബന്ധമുണ്ട്, വെള്ളത്തെ അത് മനസ്സിലാക്കുന്നു. അതുപോലെ മിന്നൽ വരുമ്പോഴും കുട എന്ത് ചെയ്യുന്നു, അതിനെ മനസ്സിലാക്കുന്നു. അതുപോലെ മിന്നലുണ്ടാവുമ്പോൾ ആ മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രമാണ് കുട എന്ത് ചെയ്യുന്നത്, ഉടന ജായെ, മിന്നൽ വരുമ്പോൾ പറക്കാതിരിക്കുന്നത്. അതുകൊണ്ട് വരുമ്പോൾ കുട പറക്കുന്നില്ല. ഇനി ഒരു പക്ഷെ എങ്ങനെയാണെങ്കിലും अंबर से जुड़ना चाहे फोली है अनजानी है रे, डूबे कभी तैरे कभी गोते कभी खाती जाए कभी കരി നാദാനി ചതരി. അപ്പൊ ഈ കുട എന്ത് ചെയ്യുന്നു, ഇങ്ങനെ എല്ലാം ആണെങ്കിലും കുട എന്ത് ചെയ്യുന്നു, പറന്ന് ആകാശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. കുട്ടിയുടെ കയ്യിലാണ് കുട ഇരിക്കുന്നെങ്കിലും കുട വളരെ ഇന്നസെൻ്റായ കുട എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ആകാശത്തേക്ക് ഒരു വല്ലാത്ത ആകർഷണമുണ്ട്. അത് ആകാശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നീലി ആസുമാനി ചത്തരി എന്ന് കുട്ടി പറഞ്ഞു. നീല നിറത്തിലുള്ള ഈ കുട ആകാശത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നു, ഡൂബേ കഫി തൈരേ കഫി, കുട എന്തെന്ന് വെള്ളത്തിൽ മുങ്ങുന്നു, വെള്ളത്താൽ നനയുന്നു. കുട എന്ത് ചെയ്യും, തൈർന നീന്തുക, കുട വെള്ളത്തിൽ കൂടി അത് നീന്തുകയും ചെയ്യുന്നു. അങ്ങനെ ചിലപ്പോൾ നീന്തുന്നു, ചിലപ്പോൾ മുങ്ങുന്നു. അങ്ങനെ കുട എന്ത് ചെയ്യുന്നു, ആകാശത്തേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം തന്നെ കാണിക്കുന്നു. എന്നിട്ടോ ചിലപ്പോൾ അത് ചെറിയ വിഡ്ഢിത്തരങ്ങളും കാട്ടുന്നു. അതെന്താണ്, കുടയും ആകാശവുമൊക്കെ സങ്കല്പ ലോകത്തായതുകൊണ്ടാണ് കുട്ടി അങ്ങനെ പറയുന്നത്. കൂടെ എന്ത് ചെയ്യുന്നു, ചില നാദാനിച്ച് ചില മണ്ടത്തരങ്ങളൊക്കെ കാട്ടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതും ഇവിടെ കാണിക്കുന്നത് ഈ കുട്ടിയും കുട്ടിയുടെ കയ്യിലിരിക്കുന്ന കുടയും എല്ലാം നിഷ്കളങ്കരാണ് അല്ലേ. അപ്പോൾ ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയുടെ നല്ല ഒരു പാട്ടാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ചെയ്യേണ്ട ഇതിൻ്റെ ദൃശ്യാഭ്യാസമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ദൃശ്യാവിഷ്കരണം നോക്കൂ മക്കളെ. ഈ സിനിമയിൽ അതായത് നമ്മുടെ ഈ ബ്ലൂ അംബ്രല എന്ന സിനിമയിൽ ഈ ഗാനം എങ്ങനെയാണോ കാണിച്ചിരുന്നത് ആ ഗാനം അതുപോലെ ടീച്ചർ നിങ്ങളുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണുമ്പോൾ ശരിക്കും നിങ്ങൾ
അതിൻ്റെ ദൃശ്യാഭ്യാസം എങ്ങനെയാണെന്ന് മനസ്സിലാക്കും. എന്നിട്ട് നിങ്ങളും ഇതുപോലെ അഭിനയിച്ച് പാടുക. अरे हे रे नीली आसमानी छतरी कोकोरी कोको कोको कोकोरी कोको कोको कोकोरी कोको कोको कोकोरी कोको हे रे नीली आसमानी छतरी छतरी का उड़न खटोला डोले तो लागे हिंडोला छतरी का उड़न खटोला डोले तो लागे हिंडोला उड़े कभी भागे कभी दौड़े कभी समझ न मानी छतरी पिछली कोई पहचान है रे शायद फिर उड़ना चाहे अंबर से जुड़ना चाहे भोली है अनजान है रे डूबे कभी तैरे कभी गोते खाती जाए कभी डूबे कभी तैरे कभी गोते खाती जाए कभी करे नादानी छतरी डोले तो लागे हिंडोला छतरी का उड़न खटोला डोले तो लागे हिंडोला उड़े कभी भागे कभी दौड़े कभी समझ न मानी छतरी. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളും ടീച്ചറും ഒക്കെ മനോഹരമായ നമ്മുടെ അതിരിക്ത വാചനായിട്ട് തന്നിട്ടുള്ള കവിത കണ്ടു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ആ കവിത ആസ്വദിച്ചല്ലോ. അപ്പോൾ ആ കവിത തന്നെ നമ്മുടെ ചെവികളിൽ മുഴങ്ങുകയാണ് അല്ലേ. അപ്പോൾ നോക്കൂ മക്കളെ, ഇനി നമുക്ക് യൂണിറ്റ് 3 ഇക്കായി 3 പ്രവേശിക്കാം. അകാൽ ഔർ ഉസ്കെ ബാദ്. അകാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടാതെ വരുന്ന അവസ്ഥ, അതിൻ്റെ ക്ഷാമം, ആ ദുരവസ്ഥ കഴിഞ്ഞിട്ട് ഔർ ഉസ്കെ ബാദ് അതിന് ശേഷമുള്ള അവസ്ഥ. ഓക്കെ, അപ്പം നമുക്ക് ഒന്നും കിട്ടാതിരുന്നിട്ട് പിന്നെ എന്തെങ്കിലും കിട്ടുന്ന അല്ലേ ആ ഒരു അവസ്ഥയിലേക്ക്, അതാണ് അകാൽ ഔർ ഉസ്കെ ബാദ്. ഹരേക്ക് സഭി കെ ലിയെ സബ് ഹരേക്ക് കെ ലിയെ സുനെ പ്രകൃതി കാ പുകാർ. നമുക്ക് പ്രകൃതിയുടെ വിളി കേൾക്കാം. എന്താണ്? ഹരേക്ക് സബ് കെ ലിയെ, എല്ലാവരും ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളവരാണ്. അതുപോലെ സബ് എല്ലാവരും ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ളതുമാണ്. അതായത് നാം മനുഷ്യരെന്ന് പറയുന്നതായാലും നമ്മെല്ലാം ഇവിടെയുള്ള ഓരോ ജീവജാലങ്ങളുടെയും ജീവിതമെല്ലാം പ്രകൃതിയുടെ മടിത്തട്ടായ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ഇതുമായിട്ട് ബന്ധമില്ലാതെ നമുക്ക് ആർക്കും ഒറ്റയ്ക്കായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ സാധ്യമല്ല. അപ്പോൾ എല്ലാവരുടെയും ജീവിതങ്ങൾ പരസ്പരം പ്രകൃതിയുമായി ഇണങ്ങി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. അപ്പം നാം മനുഷ്യരായാലും ജീവജാലങ്ങളായാലും എല്ലാവരും പരസ്പരം ഒരു കൈകോർത്ത് അല്ലെങ്കിൽ കോർത്തിണക്കിയ ഒരു ചങ്ങല പോലെ ആണ്.
അപ്പം നമ്മുടെ ഈ കവിത എഴുതിയിട്ടുള്ള ശ്രീ നാഗാർജുൻജിയാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ ജന്മം 30 ജൂൺ 1911 ബീഹാറിലായിരുന്നു. മൃത്യു അദ്ദേഹത്തിൻ്റെ മരണം 5 നവംബർ 1998 ആപ് ഹിന്ദിക്ക് പ്രഗതിശീൽ സാഹിത്യകാർ ഹെ. അദ്ദേഹം ഹിന്ദിയിലെ പുരോഗമന സാഹിത്യകാരനായിരുന്നു. പിന്നെ ഹിന്ദിക്ക് അലാവ മൈഥിലി, സംസ്കൃത് ഓർ ബംഗ്ലാ ഭി രചനായും കീ ഹെ. അപ്പം ഹിന്ദി കൂടാതെ അദ്ദേഹം മൈഥിലി ഭാഷയിലും സംസ്കൃത ഭാഷയിലും ബംഗ്ലാ ഭാഷയിലും ഒക്കെ രചിച്ചിട്ടുണ്ട്. ലോകജീവൻ, പ്രകൃതി और समकालीन राजनीति आपकी रचनाओं में मुख्य विषय रहे हैं. युगधारा, प्यासी पथराई आंखें, सतरंगी पंखों वाली, तालाब की मछलियाँ आदि आपकी प्रमुख കാവ്യകൃതിയാം ഹെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ കൃതികൾ നാം മനസ്സിലാക്കി. അദ്ദേഹം ഒരു പ്രഗതിശീല സാഹിത്യകാർ ആണെന്നും മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം അറിഞ്ഞു, മരണം അറിഞ്ഞു. പിന്നെ അതുപോലെ ജനജീവിതത്തിൽ നമ്മുടെ സാധാരണ ആളുകളുടെ ജീവിതത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും അതുപോലെ സമകാലീന രാജനീതി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് ആണ്. നമ്മുടെ സാധാരണ ജനജീവിതത്തിൽ അടങ്ങിയിട്ടുള്ള രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം മുഖ്യ വിഷയങ്ങളാക്കി, അതിനെല്ലാം മുഖ്യ വിഷയമാക്കിക്കൊണ്ടാണ് അദ്ദേഹം രചനകൾ നടത്തിയിട്ടുമുള്ളത്. ആകെ ചലി. നമ്മുടെ കവിതയുടെ പേരെന്താണ്? അകാൽ ഔർ ഉസ്കെ ബാദ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകം പറയേണ്ടത് മറ്റൊന്നുമല്ല. ഈ യൂണിറ്റിൽ നമുക്ക് എന്താണ് കുറേ ഈ ഒരു പേരിന് അധിഷ്ഠിതമല്ല, ഈ ഒരു ചിത്രത്തിന് അധിഷ്ഠിതമായ പാഠങ്ങളായിരിക്കും കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഭാരതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥകൾക്ക് മുമ്പും ഒരുപാട് ദുരിതപൂർണമായ അവസ്ഥകൾ ഭാരതത്തിലെ ആൾക്കാരും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല ക്ഷാമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ആ കഷ്ടപ്പാടിനെയൊക്കെ നമുക്ക് നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താണ്? പ്രതീക്ഷ നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെയാണ്, അല്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് ഇനി വരുന്ന കാലത്ത് നല്ല ഒരു കാലം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലേക്കാണ് ഈ കവിത വിരൽ ചൂണ്ടുന്നത്. നമുക്ക് കവിതയിലേക്ക് പോകാം. അകാൽ ഔർ ഉസ്കെ ബാദ്. कई दिनों तक चूल्हा रोया चक्की रही उदास, कई दिनों तक कानी कुदिया सोई उनके पास, कई दिनों तक लगी भीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. നോക്കൂ മക്കളെ, നല്ല മനോഹരമായിട്ട് നാഗാർജുൻജി നമ്മോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? कई दिनों तक चूल्हा रोया चक्की रही उदास, कई दिनों तक ഒരുപാട് ദിവസമായി, എന്താണ് വളരെ നാളുകൾ അല്ലെങ്കിൽ ഒത്തിരി ദിവസങ്ങളായി. ചുൽഹ രോയ, ചുൽഹ എന്താണ് മക്കളെ? നമ്മുടെ അടുപ്പാണ്, അല്ലേ? അപ്പോൾ അടുപ്പ് എന്താണ്? അടുപ്പ് കരഞ്ഞു എന്ന് പറഞ്ഞാൽ അടുപ്പ് കരയുന്നു എന്ന് കേൾക്കുമ്പോൾ എന്താണ്? അടുപ്പ് കരയുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ആഹാരം കരയും, ഇല്ലേ? അതുപോലെ അടുപ്പ് കരയുന്നു എന്ന് പറഞ്ഞാൽ അടുപ്പിൽ തീ കൂട്ടാറേയില്ല. അതായത് അവിടെ ക്ഷാമമാണ് കാണിക്കുന്നത്. അടുപ്പിൽ വല്ലതും കത്തിച്ചാൽ മാത്രമേ അടുപ്പിന് സന്തോഷം ഉണ്ടാകുള്ളൂ, അല്ലേ? അതിൽ ആഹാരങ്ങൾ പാകം ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് അവിടെ പാകം ചെയ്യാൻ ഒന്നുമില്ല. എത്ര മനോഹരമായിട്ടാണ് ആ ക്ഷാമത്തെ കവി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് നോക്കൂ. ഇനിയുള്ള വരികളിലും അതുതന്നെയാണ്. ചക്കീരഹി ഉദാസ്. അപ്പോൾ അതോടൊപ്പം ഈ അടുപ്പ് കരയുന്നു, അതോടൊപ്പം വേറൊരാളും കൂടെ വിഷമിച്ചിരിക്കുന്നു. ആരാണ്? ചക്കി. ചക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? അമ്മിക്കല്ല്, അരകല്ലോ ഒക്കെ പോലത്തെ കല്ലുകൾ, തിരികല്ലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ഇപ്പോൾ പഴയ വീടുകളിലൊക്കെ നോക്കിയാൽ കാണാം. അവിടെ നിങ്ങൾക്ക് ചിത്രത്തിലും അത് കാണാം. അപ്പോൾ ആ ചക്കി എന്ത് ചെയ്യുന്നു? അടുപ്പ് ഒന്നുമില്ലാതെ കിടക്കുന്നു. ചക്കി എന്ത് ചെയ്യുന്നു? തിരികല്ലും എന്ത് ചെയ്യുന്നു? ഉദാസ്. ചിത്രത്തിൽ കണ്ടല്ലോ. ഇത് തന്നെയാണ് സംഭവം. ഉദാസ് വിഷമിച്ചിരിക്കുന്നു. എന്താണ്? കൈ ദിനോ തക് കാനി കുദിയ സോയി ഉൻകെ പാസ്. നോക്കൂ, ഇനിയോ കൈ ദിനോ തക് വളരെ നാളുകളായി. കാനി കുദിയ എന്ന് പറഞ്ഞാൽ ഒരു കണ്ണുള്ള പെൺപട്ടി എന്നാണ്, പെൺനായ. അപ്പോൾ അതായത് ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ അത് കിടക്കുന്നത് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാം. അതിൻ്റെ ഒരു അവസ്ഥയും നമുക്കറിയാം. പട്ടിണി കിടക്കുകയാണ്, അല്ലേ? അപ്പോൾ ആൾക്കാരും ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്ത് എന്താണ് ചെയ്യുന്നത്? അവിടെ നായ വന്ന് കിടക്കാറുണ്ട്, അല്ലേ? കാരണം അത് തന്നെ ആൾക്കാരുടെയും
മറ്റുള്ള ആഹാരത്തിൻ്റെ ഒരു അനക്കമില്ല എന്നതിൻ്റെ തെളിവാണ് എന്ത് ചെയ്യുന്നത്, ഈ പെൺപട്ടിയിൽ പെണ്ണായ ഇവിടെ വന്ന് കിടക്കും. ഉൻകെ പാസ് കാനി കുതിയ സോയി ഉൻകെ പാസ്, ചക്കിയുടെ അടുത്ത്, അതായത് തിരികല്ലിൻ്റെ അല്ലെങ്കിൽ അരകല്ലിൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നു, ആ ജീവി അവൻ വന്ന് കിടക്കുന്നു, അവൾ വന്ന് കിടക്കുന്നു. കൈ ദിനോം തക് ലഗി ഫീദ് പർ ചിപ്കലിയോം കി ഗസ്ത്. പിന്നെയോ അടുത്ത എന്താണ്, വളരെ നാളുകളുള്ള, അതായത് കുറേ നാളുകൾ കൊണ്ട്, കുറേ ദിവസങ്ങൾ കൊണ്ട് വീണ്ടും അതേ വരികൾ തന്നെ ആവർത്തിക്കുകയാണ്. എന്താണ്, ആഹാര സാധനങ്ങൾക്കായിട്ട് പാഞ്ഞു. അതും ആഹാര സാധനത്തിന് വേണ്ടിയിട്ട് ഭിത്തിയിലൂടെ ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഭിത്തിയിലൂടെ പല്ലികൾ എന്ത് ചെയ്യുന്നു, കറങ്ങി കറങ്ങി നടക്കുന്നു. ഫീദ് പർ ഭിത്തിയിൽ വോളിൽ എന്ത് ചെയ്യുന്നു, ചിപ്പുക്കലി എന്താണ് മക്കളെ, പല്ലികൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഗസ്ത് അങ്ങനെ കറങ്ങി നടക്കുന്നു. കാരണം മറ്റൊന്നും ഗസ്തിന് പുലാത്തുക അങ്ങനെ നടക്കുകയാണ്. കാരണം എന്താണ്, ആഹാരത്തെ തേടിയാണ് നടക്കുന്നത്. കൈ ദിനോം തക് ചൂഹോം കി ഫി ഹാലത്ത് രഹി ശികസ്ത്. അപ്പൊ അതുപോലെ അടുത്തത് എന്താണ്, ഇതുപോലത്തെ അവസ്ഥ തന്നെ ആർക്ക്, ചൂഹ എലിയുടെയും അവസ്ഥ ഇത് തന്നെയാണ്. എലികളും എന്ത് ചെയ്യുന്നു, ഇതേപോലെ ഭക്ഷണം ഒന്നും കിട്ടാതെ അവരും എന്ത് ചെയ്യുന്നു, പരാജയം, ആഹാരത്തിനായിട്ടുള്ള നടന്നിട്ട് അതിൻ്റെ ആഹാരം കിട്ടാത്ത അവസ്ഥ, അതേ ഹാലത്ത് ആ അവസ്ഥയാണ് എലികൾക്കും. അവരും ആഹാരം കിട്ടാതെ ശിഖസ്ത് പരാജയപ്പെടുന്നു. ഓക്കെ, അപ്പം 4 വരിയിൽ ശരിക്കും ക്ഷാമത്തെ നല്ല രീതിയിൽ കവി നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുകയാണ്. മനോഹരമായ വരികളാണത്. आगे देखिए बच्चों, दाने आए घर के अंदर कई दिनों के बाद, धुआ मुड़ा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर पर की आंखें कई दिनों के बाद, कौवे ने खुजलाई पांगे कई दिनों के बाद. നോക്കൂ മക്കളെ, ഇവിടെ നല്ല ഒരു മനോഹരമായ മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഈ 4 ലൈൻസ് നിങ്ങൾ നോക്കൂ. കൈ ദിനോം തക് അല്ലേ എന്ന അതേ വരി അല്ലേ, അത് വീണ്ടും ആവർത്തിച്ച് വരുന്നുണ്ട്. അതുപോലെ അടുത്ത താഴത്തെ ലൈൻ നോക്കൂ, കൈ ദിനോം കെ ബാദ്. ഇവിടെ കൈ ദിനോം തക് വളരെ നാളുകൾ വരെ ഉള്ള അവസ്ഥയായിരുന്നു അല്ലേ, കുറേ ദിവസങ്ങൾ കൊണ്ട് തുടർന്നു കൊണ്ടുവരുന്ന അവസ്ഥ. ഇവിടെയാണെങ്കിലോ പറഞ്ഞത് എന്താണ്, ഇതുമായിട്ട് ശരിക്കും ബന്ധമുണ്ട്. കാരണം ഇവിടെ ഈ പറയുന്ന ദിവസങ്ങൾ, ആ ദിവസങ്ങൾക്ക് ശേഷം അല്ലേ, ഇത് അതുവരെ, ഇത് അതിന് ശേഷം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന ആ പേര് ഇതിന് നന്നായിട്ട് യോജിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ദാനേ ആയേ ഘർ കെ അന്തർ കൈ ദിനോ കെ ബാദ്. അപ്പോൾ മക്കളെ നോക്കൂ, ഇവിടെ ഇത്രയും നേരം ക്ഷാമത്തെക്കുറിച്ച് നാഗാർജുൻജി പറഞ്ഞു അല്ലേ. ഇനി അവിടെ ധാന്യങ്ങൾ അല്ലെങ്കിൽ അവിടെ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സോഴ്സസും വന്നു എന്ന് കാണിക്കുന്നത് ഏതിലൂടെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ദാനേ ആയേ ഘർ കെ അന്തർ കൈ ദിനോ കെ ബാദ്. അങ്ങനെ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം വീട്ടിനുള്ളിൽ എന്ത് വന്നു, ദാനേ ആയേ ധാന്യങ്ങൾ വന്നു. എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തുവാമുടാ ആങ്കൻ സേ ഊപ്പർ കൈ ദിനോം കെ ബാദ്. വീട്ടിൽ ആഹാരമൊക്കെ കിട്ടി എന്ത് ചെയ്യും മക്കളെ, പാചകം ചെയ്യും അല്ലേ. അങ്ങനെ പാചകം ചെയ്യുമ്പോൾ എന്താ മുകളിലേക്ക് പോകുന്നത്, വെരി ഗുഡ്, എന്താണ്, പുക അല്ലേ. പുകച്ചുരുളുകൾ അങ്ങനെ മുറ്റത്തുനിന്ന് നോക്കിയപ്പോൾ എന്ത് ചെയ്യുന്നു, പുക മുകളിലേക്ക്, പുകച്ചുരുളുകൾ നാം കാണുന്നു. ആ പുകച്ചുരുളുകൾ കാണുന്നത് എന്തിൻ്റെ അടയാളമാണ്, ക്ഷാമം കഴിഞ്ഞു അല്ലേ, അവിടെ തീ കൂട്ടിത്തുടങ്ങി അല്ലേ. ഇപ്പം ആദ്യം കരഞ്ഞത് ചുൽഹയാണ് അല്ലേ. അപ്പൊ ചുൽഹയുടെ കരച്ചിൽ തീർന്നു. എന്തുകൊണ്ടാണ്, പുക മുകളിലേക്ക് വന്നപ്പോൾ ചുൽഹയുടെ കരച്ചിൽ തീർന്നു അല്ലേ. ആങ്കൻ സേ ഊപ്പർ കൈ ദിനോം കെ ബാദ്. മുറ്റത്തൂടെ നോക്കുമ്പോൾ നമുക്കാണ്ട് വീട്ടിലൂടെ എന്ത് ചെയ്യുന്നു, തീ കത്തിക്കുന്നു, പുക മുകളിലേക്ക് പോകുന്നത് ഇവിടെ ചിത്രത്തിൽ കാണാം അല്ലേ. ഇനി നോക്കൂ, ചമക്കുടി ഖരു ഫർഫി ഫർക്കി ആങ്കേം കൈ ദിനോ കെ ബാദ്. നോക്കൂ മക്കളെ, അപ്പോൾ വളരെ നാളുകൾക്ക് ശേഷമാണ് ഈ മുറ്റത്തുകൂടി പുക ഉയർന്നത് അല്ലേ. അപ്പോൾ എന്താണ് സംഭവിച്ചത്, വളരെ നാളുകൾക്ക് ശേഷം കർഫർക്കി ആങ്കേം, വീടുകളിൽ, അപ്പൊ വീടുകളിൽ ആരൊക്കെയാണോ അവരുടെ കണ്ണുകളെല്ലാം തിളങ്ങി, അവരുടെ കണ്ണുകളെല്ലാം തിളങ്ങി. നമ്മുടെ കണ്ണുകൾ തിളങ്ങുന്നത് എപ്പോഴാണ്, സന്തോഷം കൊണ്ടാണല്ലേ. ഇവിടെ സന്തോഷം വന്നത് എന്തായിട്ടാണ്, ധാന്യങ്ങളുടെ രൂപത്തിലാണ് അല്ലേ. അപ്പം
സമ്പത്ത് അല്ലെ നമുക്ക് നമ്മുടെ ആഹാരത്തിനുള്ള ഒരു കാര്യം കണ്ടെത്തി കഴിഞ്ഞു. അത് കാണപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പട്ടിണി കിടന്നവരുടെ മുന്നിൽ ഒരു അല്പം ആഹാരം കൊണ്ടുവയ്ക്കുമ്പോൾ അവൻ്റെ കണ്ണ് തിളങ്ങും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ധാന്യങ്ങൾ കിട്ടിയപ്പോൾ കണ്ണുകൾ തിളങ്ങി. കയ്യേനെ കുജലായി പാങ്കി കൈ ദിനോം കേ ബാദ്. അപ്പോഴോ കാക്ക ഈ പുക ചുരുളുകൾ പറക്കുന്ന കണ്ട് കാക്ക ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? കയ്യേ കാക്കകൾ എന്ത് ചെയ്യുന്നു? കുജലായി പാങ്കേം, കാക്കകൾ എന്ത് ചെയ്യുന്നു? കുജലാന ചൊറിയുക, പാങ്കേം തൻ്റെ പങ്ക്, തൻ്റെ ചിറകുകൾ എന്ത് ചെയ്യുന്നു? ചൊറിയുന്നു. അതായത് അവർക്കും സന്തോഷമായി. ഇനി എന്ത് ചെയ്യും? അവർക്കും കഴിക്കാനായിട്ട് ആഹാരത്തിൻ്റെ വേസ്റ്റുകളെല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ ഒരു വീട്ടിൽ പുക ഉയരുന്നത് കൊണ്ട് ആരെല്ലാമാണ് മക്കളെ സന്തോഷിക്കുന്നത്? നിങ്ങൾ തന്നെ മനസ്സിലാക്കൂ. അപ്പം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ അടുപ്പായാലും പല്ലിയായാലും അതുപോലെ നായയായാലും കാക്കയായാലും ഈ മനുഷ്യരായാലും എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? ക്ഷാമം വന്നപ്പോൾ എങ്ങനെയായിരുന്നു എല്ലാവരുടെയും അവസ്ഥ? ഒരുപോലെ ആയിരുന്നു. തിരിച്ച് ധാന്യം കിട്ടിയപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറയുന്നു അല്ലേ? അപ്പോൾ ശരിക്കും അകാൽ ഔർ ഉസ്കേ ബാദ് നമുക്ക് ഒരു ചിത്രം വരച്ചതുപോലെ ഈ കവിതയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമുക്കൊന്ന് ഈ കവിത ഒന്നുകൂടി ചൊല്ലാം. കൈ ദിനോം തക് ചുൽഹാരോയ ചക്കി രഹി ഉദാസ്, കൈ ദിനോം തക് കാനി കൃതിയ സോയി ഉൻകെ പാസ്, കൈ ദിനോം തക് ലഗി പീദ് पर चिपक लियों की गेस्ट, कई दिनों तक चूहों की भी हालत रही शिकस्त, दाने आए घर के अंदर कई दिनों के बाद, धुआं उड़ा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर पर की आंखें कई दिनों के बाद, कौवे ने कुजलाई पंखे कई दिनों के बाद. നന്നായിട്ട് കവിതയൊക്കെ ചൊല്ലിയിരിക്കുമ്പോൾ ടീച്ചർ അടുത്ത ക്ലാസ്സുമായിട്ട് ഉടനെ എത്തുന്നതാണ്. നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാൻ. ടീച്ചർ പറഞ്ഞത് മറക്കരുത്. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയ മക്കൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വെച്ചോ. ധന്യവാദം.